പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, 8 നോമ്പിന്റെ ആദ്യ ദിനം സെപ്റ്റംബർ മാസം 1-ാം തീയതി നോക്കിയ അതിശക്തമായ വിധത്തില് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് മാർഗരറ്റ് മേരി അലക്കോക്കിനെ, അതായത് സ്വർഗീയമായ വെളിപ്പെടുത്തൽ യേശു പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാനയിൽ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. യേശു മാർഗരറ്റിന് പറഞ്ഞു കൊടുത്ത ഒരു തൻ്റെ ആഗ്രഹമാണ്, വിശുദ്ധ കുർബാനയിൽ മനുഷ്യരാൽ സ്നേഹിക്കപ്പെടാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓരോ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ യാന്ത്രികമായും അതുപോലെ തന്നെ പല വിചാരങ്ങളോടെയും നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഈശോ തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ് എന്നെ സ്നേഹിച്ചത്. ലോകത്തെ രക്ഷിച്ചു എന്നുള്ളതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ. എൻ്റെ പാപ ചെളിക്കുണ്ടിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ യേശു, അവൻ ദൈവമാണ്. ആ ദൈവം മനുഷ്യനായി എനിക്ക് വേണ്ടി മരിച്ചു എന്നതാണ് യഥാർത്ഥ സത്യം. പ്രിയ സഹോദരങ്ങളെ, അത്രയും വലിയ സത്യമുള്ളപ്പോൾ നമ്മൾ യാന്ത്രികമായിട്ടൊക്കെ ബലിയർപ്പിച്ച്, അല്ലെങ്കിൽ ഒരുക്കമില്ലാതെ ബലിയർപ്പിച്ച്, അയോഗ്യതയോടെ ദിവ്യകാരുണ്യം സ്വീകരിച്ച്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാതെ ഇരുന്ന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും സ്വർഗത്തിൻ്റെ വലിയൊരു വേദനയാണ്. ഒരുപക്ഷെ ഈശോ കുരിശിലെ മരിച്ചതിൻ്റെ, എനിക്കായിട്ട് മരിച്ചതിൻ്റെ വേദനയേക്കാൾ വലിയ വേദനയാണ് ഈ സ്നേഹത്തെ തിരിച്ചറിയാതെ പോകുന്നത്. നമ്മൾ നോക്കി 8 നോമ്പല്ലേ, ഇന്ന് തുടങ്ങി 8 നോമ്പ് ഇന്ന് നമ്മൾ ബലിയർപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇനിയുള്ള ബലിയർപ്പണങ്ങളിലൊക്കെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, എൻ്റെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ ലോൺ വീടണം, അല്ലെങ്കിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട. മാതാവേ, എനിക്ക് ദിവ്യകാരുണ്യത്തോടുള്ളൊരു സ്നേഹം എനിക്ക് തരണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അവസാനത്തെ ചാക്രിക ലേഖനമാണ് എക്ലേസിയ ദെ യൂക്കറിസ്തിയ. അതിൽ ജോൺ പോൾ പാപ്പ പരിശുദ്ധ കുർബാനയോട് ആദരവുണ്ടാകാനായിട്ട്, ഭക്തി ഉണ്ടാകാൻ 2 കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിദ്യാലയത്തിലേക്ക് പോകണം. 2, ഈ മഹാരഹസ്യത്തിൻ്റെ, ദിവ്യകാരുണ്യമാകുന്ന മഹാരഹസ്യത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കണം. മുട്ടുമടക്കണം എന്ന് പറഞ്ഞാൽ ചുമ്മാ മുട്ടുകുത്തുക എന്നല്ല എൻ്റെ അർത്ഥം. അതായത് ഇത് വലിയൊരു രഹസ്യമാണ്. ദൈവമേ, മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. ദൈവം ഒരു കൃപ തന്നില്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു സാന്നിധ്യം നമുക്ക് അനുഭവിക്കുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ പറ്റുവാണെങ്കിൽ കുറച്ച് നേരം മാതാവിൻ്റെ സന്നിധിയിൽ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യമുള്ള ഒരു ചാപ്പലിൽ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവ് ഏറ്റവും ബെസ്റ്റ് അധ്യാപികയാണ്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരാൻ ഏറ്റവും നല്ല അധ്യാപിക മാതാവാണ്. കാരണം അവൾ ഹൃദയത്തിലും ഉദരത്തിലും ഒരുപോലെ യേശുവിനെ വഹിക്കാൻ ഭാഗ്യം ലഭിച്ചവളാണ്. അതുകൊണ്ട് തന്നെ ജോൺ പോൾ പാപ്പ ആ ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിദ്യാലയത്തിലേക്ക് പോവുക. നിങ്ങൾ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിദ്യാലയത്തിലേക്ക് പോവുക. നമുക്ക് ഈ 8 നോമ്പിലെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വിദ്യാലയത്തിലേക്ക് പോകാം. ദിവ്യകാരുണ്യ ഭക്തിയിൽ നമുക്ക് കാണപ്പെടാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.